ലൈംഗിക ഉത്തേജന കുറവിനും കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായ ഒരു നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഇതാരും തുറന്ന് പറയാൻ മടിക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇത്തരം ഇഷ്യൂസുകൾ അഭിമുഖീകരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാച്ചുറൽ മരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ ഒരു മരുന്ന് പരിചയപ്പെടുത്തുകയും അവരത് പ്രയോഗിച്ചിട്ട് അവർക്കുണ്ടായ റിസൾട്ട് എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു മരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ആ നാച്ചുറൽ മരുന്ന് എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് കാണാം. അതുപോലെ തന്നെ അതിൽ ചേർക്കേണ്ട ചേരുവകൾ എങ്ങനെ തയ്യാറാക്കണം, എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഗ്ഗ് റെഡിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈഡ് ജിഞ്ചർ, ചുക്ക് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ്, ഈത്തപ്പഴം, ഒലിവ് ഓയിൽ. ഇത്രയും ഉൽപ്പന്നങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ എഗ്ഗിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എഗ്ഗിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, അയൺ, അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഗ്ഗ് നമുക്ക് ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല. ഈ എഗ്ഗിൽ ഈ ഒരു യെല്ലോ എഗ്ഗിൻ്റെ അകത്തുള്ള ആ ഒരു യോക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ഈ വൈറ്റ്, ഇത് അറിയാമല്ലോ, ഇത് പ്രോട്ടീനാണ്. ഞാൻ ഈ വൈറ്റ് ഇവിടെ നിന്ന് പൊളിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എഗ്ഗ്, ആ വൈറ്റ് മാറ്റി യെല്ലോയാണ് ഉപയോഗിക്കുന്നത്, ആ യോക്ക്. ഓക്കെ, ആ യെല്ലോ പാർട്ട് എടുത്തു, ബൗളിലേക്ക് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കണം. കാരണം ഇത് പുഴുങ്ങിയെടുത്ത എഗ്ഗാണേ, നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്ത എഗ്ഗാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം ഇതിൽ 1 സ്പൂൺ, ഞാനിപ്പോൾ ഇവിടെ ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുക്ക് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു ചെറിയ സ്പൂണാണ് എടുക്കേണ്ടത്. ഇതൊരു ചെറിയ സ്പൂൺ എടുത്തു. ഓക്കെ, ഞാൻ മിക്സ് ചെയ്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ചെറിയ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഒരു സ്പൂൺ എന്നുള്ള ഞാനിപ്പം ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, മുട്ടയുടെ യെല്ലോ ഭാഗവും ചുക്ക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഇതാണ് നമുക്ക് മരുന്ന് കൂട്ടിന് എടുക്കേണ്ടത്. കാരണം അറിയാലോ, മുട്ടയുടെ യെല്ലോ പാർട്ടെന്ന് പറയുമ്പം അത് കുറച്ച് തിക്കുണ്ടാവും കേട്ടെ, അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് പൊടിച്ച് ഈ പറഞ്ഞ ചുക്കിൻ്റെ പൊടിയും ഒലിവ് ഓയിലും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കേണ്ടത്. ഇതേപോലെ പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ കഴിക്കുക. ഇതിനോടൊപ്പം തന്നെ 3 ഡേറ്റ്സ് കൂടി, ഈത്തപ്പഴം കൂടി കഴിക്കണം. അപ്പോൾ ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ചെറിയ തടസ്സം പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അല്ല 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു 15 ദിവസം, ടോട്ടലി 21 ഡേയ്സാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യേണ്ടത്. ആദ്യത്തെ 6 ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരവും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കുന്നതിന് മുന്നേ 1/2 മണിക്കൂർ മുന്നേ ഈ മരുന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കുക. ആദ്യത്തെ ഫസ്റ്റ് ഒരു 6 ഡേയ്സ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 15 ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇത് 1 പ്രാവശ്യം കഴിച്ചാൽ മതിയാവും. ഇങ്ങനെ 21 ഡേയ്സാണ് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കിയിട്ട് കഴിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച
ലൈംഗിക ഉത്തേജന ഇഷ്യൂസുള്ള ആളുകളും അതുപോലെ തന്നെ കൗണ്ട് വർദ്ധിക്കാനും വർഷങ്ങളായിട്ട് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവാതിരിക്കുന്ന ഒരുപാട് ദമ്പതിമാർക്ക് ഒരുപക്ഷെ ഈ ഒരു മരുന്ന് ഗുണം ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു സ്പേം അതിന് കട്ടി വർദ്ധിക്കാനും ആ ഇന്ദ്രിയത്തിന് കട്ടി കൂടാനും ഈ പറഞ്ഞ മരുന്ന് വളരെയധികം സഹായകമാവുന്ന ഒരു നാച്ചുറൽ മരുന്നാണ്. ഇത് സ്ത്രീകൾക്കും കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ആൽക്കഹോളിക് ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. പിന്നെ കോഫിയൊന്നും ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ക്രീംസ് അടങ്ങിയിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ, ഡയറീസ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ കൂടുതലും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ അബ്ഡമൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ നമ്മൾ പ്രത്യേകം സൗകര്യം കണ്ടെത്തണം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അബ്ഡമൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ പുഷപ്പ് എക്സസൈസ് കൂടി ഈ ഒരു വ്യായാമത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെ തുടർച്ചയായി 21 ഡേയ്സ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കും. ആദ്യത്തെ 6 ദിവസം 2 ടൈംസും ബാക്കിയുള്ള 15 ദിവസം നമ്മൾ ഒരു നേരവുമാണ് കഴിക്കേണ്ടത്. ഈ മരുന്ന് തയ്യാറാക്കി കഴിക്കുമ്പോൾ എങ്ങനെ ആയാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഇത് ഒരു 30 മിനിറ്റ്സിന് മുന്നെയാണ് കഴിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഈ പരിചയപ്പെടുത്തിയ നാച്ചുറൽ റെമഡി നേരത്തെ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള സെക്ഷൽ ഇഷ്യൂസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്. ഉപയോഗിച്ച് നോക്കിയ പല ആളുകൾക്കും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു മരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരം ഇഷ്യൂസുമായി എന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുഭാഗത്തുണ്ടാവും. നിങ്ങളുടെ അറിവിൽ ഉള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാനും സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.